ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആര്? എ. ബഹദൂർ ഷാ രണ്ടാമൻ, ബി. നാനാ സാഹിബ്, സി. താന്തിയോ തോപ്പി, ഡി. കൻവർ സിംഗ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആര്? ഉത്തരം സി. താന്തിയോ തോപ്പി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവാണ് താന്തിയോ തോപ്പി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? എ. ആന്ധ്രാപ്രദേശ്, ബി. കർണാടക, സി. കേരളം, ഡി. മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം എ. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? എ. ജനീവ, ബി. റോം, സി. വിയന്ന, ഡി. ന്യൂയോർക്ക്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം എ. ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര്? എ. ഡോക്ടർ പൽപ്പു, ബി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സി. ശ്രീനാരായണ ഗുരു, ഡി. ചട്ടമ്പി സ്വാമികൾ. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം ബി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. GST നിലവിൽ വന്നത് എന്ന്? 2016 ജൂലൈ, ബി. 2016 ഏപ്രിൽ, സി. 2017 ജൂലൈ, ഡി. 2017 ഏപ്രിൽ. GST നിലവിൽ വന്നത് എന്ന്? ഉത്തരം സി. 2017 ജൂലൈയിൽ. GST നിലവിൽ വന്നത് 2017 ജൂലൈയിൽ. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 62, ബി. അനുച്ഛേദം 109, സി. അനുച്ഛേദം 32, ഡി. അനുച്ഛേദം 248. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം ഡി. അനുച്ഛേദം 248. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? എ. യൂണിയൻ ലിസ്റ്റ്, ബി. സ്റ്റേറ്റ് ലിസ്റ്റ്, സി. കൺകറന്റ് ലിസ്റ്റ്, ഡി. അവശിഷ്ടാധികാരം. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഉത്തരം സി. കൺകറന്റ് ലിസ്റ്റ്. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാണ് ട്രേഡ് യൂണിയനുകൾ.